ഹരേ കൃഷ്ണ. ഈ വർഷത്തെ കാമത ഏകാദശി വ്രതം ഏപ്രിൽ 8-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം ആചാരപ്രകാരം ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും മഞ്ഞ വസ്ത്രം ധരിച്ച് മഞ്ഞ പൂക്കൾ അർപ്പിക്കുകയും മഞ്ഞ പഴങ്ങൾ അർപ്പിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് എന്തെല്ലാം ആരാധനാ രീതി, പ്രാധാന്യം, പാരണ സമയം എല്ലാം നമുക്ക് നോക്കാം. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് കാമത ഏകാദശി വ്രതമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു. കാമത ഏകാദശി ദിനത്തിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് സന്തോഷം, സമാധാനം, സമ്പത്ത്, ആനന്ദം എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാമത ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ ശ്രീഹരി നിറവേറ്റുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാമത ഏകാദശിയുടെ ടൈം ആരംഭിക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി ആണ്, തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ആരംഭിച്ച് ഈ തീയതി അവസാനിക്കുന്നത് ഏപ്രിൽ 8-ന്, എന്നാൽ ചൊവ്വാഴ്ച രാത്രി 9:12-ന് അവസാനിക്കുകയും ചെയ്യുന്നു. ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഏകാദശി വ്രതം വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുകയും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുകയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ ശരിയായ ആചാരങ്ങളോടെ ആരാധിക്കുക. ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്ന് ചെയ്തിരിക്കണം. ഉപവാസം, ദിവസം, ദാനധർമ്മങ്ങൾക്കും വളരെ പ്രാധാന്യം ഉണ്ട്. ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീറ്റ് ഭഗവാനെ പൂജാതി കർമ്മങ്ങൾ എല്ലാം ചെയ്തതിന് ശേഷം ഭഗവാനെ പഴങ്ങളും പൂക്കളും എല്ലാം പഞ്ചാമൃതവും അർപ്പിക്കുക. നെയ്വിളക്ക് കത്തിക്കുക. നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ഓ നമോ ഭഗവതേ വാസുദേവ, നാരായണീയ, ഭഗവത്ഗീത, വിഷ്ണു സഹസ്രനാമം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്നത്തെ ദിവസം ചെയ്യാവുന്നതാണ്. ശേഷം ഒരു ബ്രാഹ്മണനെ എങ്കിലും, ഒരു ദരിദ്രനായ ഒരു ബ്രാഹ്മണനെ ഊട്ടുകയോ പിറ്റേന്ന് ദ്വാദശി ദിവസത്തിൽ വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. പാരണ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ 9-ാം തീയതി ബുധനാഴ്ച ആണ്. രാവിലെ 6:02 മുതൽ 8:34 വരെയാണ് വ്രതം അവസാനിപ്പിക്കാനുള്ള നല്ല സമയം. അപ്പോൾ എല്ലാവരും കാമത ഏകാദശി വ്രതമനുഷ്ഠിച്ച് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഹരേ കൃഷ്ണ. സർവ്വം രാധാകൃഷ്ണ അർപ്പണം.